ടാക്സ് അടച്ചിട്ട് എത്ര രൂപ കൊടുക്കും? ടാക്സ് അടച്ച് നമുക്ക് 2,20,000 രൂപ കൊടുക്കാം. 2,20,000 എവിടെ കിട്ടിയോ? ഈ വണ്ടി എവിടെ കിട്ടിയല്ല, അത് നമുക്കറിയാലോ. നമുക്കൊരു ഓഫർ ആയിട്ട് 2,99,000 രൂപ. 2,99,000 ടിഗോർ. അതെ, ടിഗോർ. അടിപൊളി, അത് നല്ല പ്രൈസ് ആട്ടോ. 18 വണ്ടിയാണേ. അല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പോൾ അൾട്ടോയ്ക്ക് കൊടുക്കേണ്ട പൈസ 1,45 ഇട്ട് കൊടുത്തേക്കാം. ചുരുക്കി 1,60 നമ്മൾ പരസ്യം ഇട്ടേക്കുന്നത്. 1,45 നമ്മുടെ റോഡ് മാസ്റ്റർ കണ്ട് ചേട്ടൻ്റെ ഇത് കണ്ട്. അത് 16 വണ്ടി നമുക്ക് ഒരു 5,70,000 രൂപ കൊടുത്തേക്കാം. 5,70,000 കൊടുത്തേക്കാം. 16 വണ്ടി. ഇത് നമുക്ക് ഒരു 5 രൂപയ്ക്ക് കൊടുത്തേക്കാം. 5 ലക്ഷം രൂപയ്ക്ക് 2020 വണ്ടി. അതെ, 4,60,000 രൂപയ്ക്ക് നെറ്റ് കൊടുത്തേക്കാം. നല്ല പ്രൈസ് ആട്ടോ, കൂടുതലാന്ന് പറയുന്നില്ല. ഇത് നമുക്ക് ഒരു 4 ലക്ഷം രൂപയ്ക്ക്. 4 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ ഓട്ടോമാറ്റിക്. 17 ഓട്ടോമാറ്റിക്. അതെ, വില നമുക്ക് 1,65,000 രൂപ കൊടുത്തത്. 1,65 25+ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി. അതെ, ഇതൊക്കെ പെട്ടെന്ന് വന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാ മാസവും മുടങ്ങാതെ വീഡിയോ ചെയ്യുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ ഓട്ടോസ്പോർട്ട് എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്ത് പാല തൊടുപുഴ ആ ഒരു റൂട്ടിൽ പയപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ എന്നാൽ ഓട്ടോസ്പോർട്ടിൽ നമ്മൾ എല്ലാ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു 10-15 വണ്ടിയിലും എല്ലാ മാസവും നമ്മൾ വീഡിയോസിലൊക്കെ പോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടി അന്വേഷിച്ച് നടക്കുന്ന എല്ലാവർക്കും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മുടെ ചാനലിൽ ക്വാളിറ്റി ഉള്ള വണ്ടികൾ, അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ഷോറൂം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഒരു വണ്ടി എടുക്കാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എടുത്തിട്ട് ഒരു പണി ഒരിക്കലും ഒരാൾക്കും കിട്ടരുത് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ അങ്ങനെയുള്ള മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള വണ്ടികളുടെ വീഡിയോ എടുക്കുന്നത്. സ്വാഭാവികമായും കുറച്ച് മോഡൽ കൂടിയ വണ്ടികളൊക്കെ ആകുമ്പോൾ ലേശം പ്രൈസിലൊക്കെ മാറ്റം ഉണ്ടാവും. എപ്പോഴും ഞാൻ പറയുന്നൊരു കേസുണ്ട്, നിങ്ങൾ 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുക്കുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, യൂസ് ചെയ്യാറാണ് പർച്ചേസ് ചെയ്തതിനുള്ള ഒരു ഫീൽ ഇല്ലാണ്ട് തന്നെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷോറൂമിൽ നമ്മൾ കാണിക്കുന്ന വണ്ടികളെല്ലാം തന്നെ ആ പറഞ്ഞ കാര്യത്തോട് 100% നീതി പുലർത്തുന്ന വണ്ടികളാണ്. എല്ലാ വണ്ടികളും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത്രയധികം വണ്ടികൾ എല്ലാ മാസവും സെയിലാവുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ, നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ഒരാളും ഞാൻ എവിടെയും പോയി എടുത്തോളം പറയില്ല, നിങ്ങൾ വരിക, വന്നിട്ട് ചെക്ക് ചെയ്യുക, നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടികൾ, ഇനി വീണ്ടും ക്വാളിറ്റി എന്ന് പറയുന്നില്ല, കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. മാക്സിമം വില കുറച്ചിട്ട് പുതിയ മോഡൽ വണ്ടികളാണ് എല്ലാം തന്നെ. അതുപോലെ തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനും പറ്റും. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോസ്പോർട്ടിൽ ഇതാ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാം കൂടുതലും പെട്രോൾ വണ്ടികളാണ്, കിടിലം ക്വാളിറ്റിയുള്ള വണ്ടികൾ. വിപിൻ ചേട്ടാ, നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. സന്തോഷം. അപ്പോൾ എന്താണ് ഇപ്രാവശ്യം വണ്ടികളുടെ ഒരു അവസ്ഥ? ഇപ്രാവശ്യം എല്ലാം മോഡൽ കൂടിയ വണ്ടികളാണ്. കുറച്ച് ക്വാളിറ്റിയുള്ള നല്ല വണ്ടി. XUV ടൈപ്പ് ഉണ്ട്, നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലുണ്ട്, ഏത് വേണം എല്ലാം ഉണ്ട്. അതാണ്. പിന്നെ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഇപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയുടെ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല. ഇന്ത്യയിൽ നമുക്ക് കാറ്റലോഗ് നമുക്ക് അയച്ചു കൊടുക്കും, ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും മേജർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും കൂടി മേജർ ഉണ്ട് നമ്മൾ പറഞ്ഞു ചെയ്യുള്ളൂ. വേറെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരവും നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു എല്ലാ പുത്തൻ വണ്ടികൾ 25 വണ്ടികൾ കൂടുതലുണ്ട്. 25 വണ്ടി കൂടുതൽ സ്റ്റോക്ക് ഉണ്ട്. ഈ മാസം ഇഷ്ടംപോലെ സ്പീഡിലേക്ക് പറഞ്ഞു പോയാലോ, നമുക്ക് മാക്സിമം പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടിയാണ് സാൻഡ്രോ, ന്യൂ ഷേപ്പ് സാൻഡ്രോ ആണ്. ഏതാ മോഡലൊക്കെ? 2018 മോഡലാണ്. 18 അല്ലേ? അതെ, 18 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്, മാനുവൽ. കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. 20,000 അത്ര ഓടിയുള്ളൂ. 18 20,000 ഓടിയിട്ടുള്ളൂ. സ്പോർട്സ് വണ്ടി, സ്പോർട്സ് കമ്പനി നിർത്തിയത് കൊണ്ട് തന്നെ കുറച്ച് അല്ലേ? അതെ, അത്യാവശ്യം ലേഡീസിനൊക്കെ നല്ല വണ്ടിയാണ്. അതെ, ചെറിയ വണ്ടിയാണ്, ഫാമിലിക്ക് നല്ല വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് 15. റീപ്ലേസ് ഒന്നുമില്ല. നമ്മൾ ഈ പറയുന്ന വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിക്ക് റീപ്ലേസ് മേജർ റീപ്ലേസ് ഉണ്ട് പറഞ്ഞാൽ നമ്മൾ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 3,45,000 രൂപ കൊടുക്കാം. 3,40,000 വണ്ടി. അടിപൊളി. സാൻഡ്രോ ആണ്, സ്പോർട്സ് ആണ്. കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് ഓടിക്കാം. അടുത്തത് പോളോ ആണ്. പോളോ നമുക്ക് 2018 ആണ്. 18 പെട്രോൾ ഡീസലോ? പെട്രോൾ ഹൈലൈൻ ഓപ്ഷൻ ആണ്. 1.2 ലിറ്റർ അല്ല, ഹൈലൈൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ, നീറ്റ് വണ്ടിയാണ്. നീറ്റ് വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 89,000 കിലോമീറ്റർ ആണ്. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല, മേജർ ഒന്നുമില്ല. ഇത് നമുക്ക് 4,85,000 രൂപ കൊടുക്കാം. 4,85 ഹൈലൈൻ ആണ്, ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. അതും 18 മോഡൽ ഹൈലൈൻ ന്യൂ ഷേപ്പ് വണ്ടി, നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടി. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എവിടെ ഏത് ഷോറൂമിലാണ് നല്ലോണം ചെക്ക് ചെയ്യാം. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യാനുള്ള അവസരം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ നമ്മൾ ഏറ്റവും അവിടെ കോട്ടയം ടൗൺ വേറെ കൊണ്ട് കാണിച്ച് ചെക്ക് ചെയ്ത് എടുത്തോട്ടെ. അതെ, അല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് കസ്റ്റമറിനെ നമ്മൾ വർഷോപ്പ് ആളെ കൂട്ടി വേണം നമ്മൾ പറയല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് പോയി ചെക്ക് ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ. അല്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോറൂമിൽ എന്തായാലും വണ്ടി ഇടുമ്പോൾ നല്ല വൃത്തിയാക്കി ഇടുള്ളൂ. നമ്മൾ അത്യാവശ്യം വൃത്തിയാക്കി എല്ലാം പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി ഇടുന്നത്. അതാ പറഞ്ഞത്. അപ്പൊ കാണുമ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു പരിധി ഉണ്ട്, അതുകൊണ്ട് മാക്സിമം ചെക്ക് ചെയ്തെടുത്തു. 4,85 2018 വണ്ടി. അതെ, അടുത്തത് ടിയാഗോ ഏതാ മോഡല്?
ടിയാഗോ നമുക്ക് വരുന്നത് 2020 മോഡലാണ്. 20 അല്ലേ? നമ്മൾ എപ്പോ വന്നാലും ഇവിടെ ഒരു 3-4 ടിയാഗോ കാണും. ടിയാഗോ എപ്പോഴും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ ടാറ്റയുടെ വണ്ടികളാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായി ആയിരുന്നു, ഈ പ്രാവശ്യം ടാറ്റ. അതെ, ഇത് മോഡൽ ഏതാ പറഞ്ഞത്? ഇത് നമുക്ക് 20 മോഡലാണ്. ന്യൂ ഷേപ്പ് വന്നത്. ഇത് എക്സിസ്റ്റഡ് പ്ലസ് ആണ്, ഏറ്റവും ടോപ്പിന്റെ വണ്ടി. സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി ഓട്ടോമാറ്റിക് AMT വരും അല്ലേ? AMD ആണ്, A+ ആണ് ഏറ്റവും ടോപ്പിന്റെ. അതെ. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ ഹൈലൈറ്റ് 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വെറും 40,000 രൂപ ഓട്ടോമാറ്റിക് AMT വരുന്ന വണ്ടിയാണ്. ഇത് ഈ സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാം. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതെ അതെ അതെ, ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി. അതെ, ചെറിയ ഇടിക്കൊന്നും ഒന്നും ആവില്ല, ഒരു ഇടിക്ക് ഒന്നും ആകുകയില്ല. പിന്നെ ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടിയാണ്. അതെ. ഇതെന്താ വില? ഇത് നമുക്ക് 4,75,000 രൂപയ്ക്ക് കൊടുത്തേ. 4,75 2020 എക്സിസ്റ്റഡ് ഏറ്റവും ടോപ്പിന്റെ. നമുക്ക് ലോൺ വേണേ ഒരു 4.5 വരെ ലോൺ ചെയ്തു. അത് നമ്മളിപ്പോ പറഞ്ഞില്ല അല്ലെ? ഒരുവിധം നമ്മൾ കാണിക്കുന്ന വണ്ടികൾക്കൊക്കെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്കൊരു 30 രൂപ 40 രൂപ ഡൗൺ പേയ്മെന്റ്, ബാക്കി എല്ലാം നമ്മൾ ലോൺ ചെയ്യും. സിവിൽ സ്കോർ വേണം. അതെ അതെ, ഫുൾ ലോൺ ഒക്കെ കിട്ടും കേട്ടോ. ഫുൾ ലോൺ ചെയ്യുന്ന വണ്ടി നമ്മൾ പറയും. അതെ, പിന്നെ നമുക്ക് സിവിൽ സ്കോർ വേണം, കരമടച്ച പേപ്പർ നോക്കി നമ്മൾ ചെയ്തു കൊടുത്തേക്കാം. ചുരുക്കി പറഞ്ഞാൽ ബാങ്കുകാർ നോക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും പക്കയായിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാം വേണ്ടത് സിവിൽ സ്കോർ നോക്കി ചെയ്താൽ മതി. അതെ, കരമടച്ചില്ലേ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ അല്ലേ? ഓക്കെ, അതായത് നിങ്ങൾ വന്ന് സംസാരിച്ചു ഡീറ്റെയിൽസ് ഒക്കെ. അടുത്ത ഒരു ടിയാഗോ കൂടി കാണിച്ചാൽ ഇത് നമുക്ക് ഓഫർ റേറ്റ് കൊടുത്തേക്കാം, നമുക്ക് ഫുൾ ലോൺ ഇട്ട് കൊടുത്തേക്കാം. ഇത് മോഡൽ ഏതാ? ഇത് നമുക്ക് 2021 വണ്ടിയാ. 21 അതെ അതെ. ഇത് ഹൈലൈറ്റ് വരുമ്പോൾ 50,000 15,000 കിലോമീറ്റർ ആകും. വെറും 15,000 കിലോമീറ്റർ. 15,000 18,000 അത്രേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ അല്ലേ? XT എന്ന് പറയുന്ന ഓപ്ഷൻ. XT മിഡിൽ ഓപ്ഷൻ ആണ്. 2021 വണ്ടി സിംഗിൾ ഓണർ, ലോ കിലോമീറ്റർ അല്ലേ? എന്താ വില? ഇത് നമുക്ക് 4,15,000 രൂപ കൊടുത്തേ. 4,15 നെറ്റിൽ റേറ്റ് ആണ്. നെറ്റ് റേറ്റ് ആണ് അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ലോണിന്റെ മേലെ കയറും. ഫുൾ ലോൺ ഒരു 4.5 ലോൺ ചെയ്യണം. എന്തായാലും കയറും അല്ലേ? 4 എന്നാണ് ചെയ്യാം. 4,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2021 വണ്ടിയാണ് തരുന്നത്. ന്യൂ ഷേപ്പ്. അതെ, ആ സെയിം സാധനം തന്നെ ഡിക്കിയുള്ള ടിഗോർ. മോഡൽ ഇത് നമുക്ക് 2018 ആണ്. 18 അതെ, 18 വണ്ടി. ഇതും സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1 ലാഖ് അടുത്ത് ഓടിയിട്ടുണ്ട്. 1 ലാഖ് അടുത്ത് ഓടിയിട്ടുണ്ട്. അലവിൽ കാര്യങ്ങളൊക്കെ ഇത് എക്സിസ്റ്റഡ് പ്ലസ് ആണ്. അതെ അതെ. ഓക്കെ, 1 ലാഖ് അടുത്ത് ഓടിയിട്ടുണ്ടെന്നുള്ളത് ചോദിച്ചാൽ ഒന്നുമില്ല. 1.2 ആണ്. നമുക്കൊരു ഓഫർ റേറ്റ് 2,99,000 രൂപയ്ക്ക്. 2,99 ടിഗോർ. അതെ, ടിഗോർ നല്ല പ്രൈസ് ആട്ടോ. 18 വണ്ടിയാണ്. അല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പൊ ആൾട്ടോയ്ക്ക് കൊടുക്കണ്ടേ പൈസ? ആൾട്ടോയ്ക്ക് 2.5 ഒക്കെ കൊടുക്കണല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എല്ലാ ഫീച്ചർ വൈസ് എല്ലാം ഉണ്ട്. അലവിൽ എല്ലാം ഉണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതാണ് മെയിൻ. ഇതൊക്കെ അന്നേരം ഇട്ടാൽ എന്നാലും സെയിൽ ആവേണ്ട വണ്ടികളാണ്. ഫുൾ ലോണും കിട്ടും. ഫുൾ ലോൺ ചെയ്യാം. 2,99,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ നല്ലൊരു കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് അല്ലേ? അതെ അതെ. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2020 മോഡലാണ്. 20 ആണ്. അതെ, 20 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ എക്സിസ്റ്റഡ് സെയിം മോഡൽ. മാനുവൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. സൺറൂഫ് ഉള്ള മോഡൽ. അതാണ് ഞാൻ നോക്കിയത്. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 85,000. 85,000 കിലോമീറ്റർ. 20 അതായത് 20 10 മാസം ഇറങ്ങിയ വണ്ടിയാണ്. 10 മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എന്താ വില? ഇത് നമുക്കൊരു ഓഫർ 5,75,000 രൂപ കൊടുത്തേ. 5,75. അതെ, ഫുൾ ലോൺ ചെയ്തത്. 2020 വണ്ടിയാണ്. ഇത് വണ്ടി ടോപ്പ് എൻഡ് വണ്ടി. ന്യൂ ഷേപ്പ് ഉണ്ട്. അതാണ് മെയിൻ. ന്യൂ ഷേപ്പ് ആണ് മെയിൻ. അടിപൊളി കളറും. അതെ അതെ. ഓക്കെ, 5,75 എടുക്കാം. അതെ, നെഗോഷ്യബിൾ ആവോ? റേറ്റ് നെഗോഷ്യബിൾ എന്തെങ്കിലും നമ്മൾ മാക്സിമം കുറച്ചാ പറയുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 5 മേലെ സുഖമായിട്ട് ലോൺ കയറില്ലേ? 5 മേലെ ലോൺ. 5 മേലെ എന്താണ് ചെയ്യാം അല്ലേ? ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് ഇട്ട് ചെയ്യുക. ചില്ലറ പൈസ മുടക്കില്ല എന്തായാലും. അതെ അതെ. ഫുൾ ലോൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കയ്യിൽ ഒരു 50 രൂപയൊക്കെ ഉണ്ട്. നമുക്ക് ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ അത് 8ന്റെ പണിയാണ് കൊടുക്കുന്നത്. എപ്പോഴും നമ്മള് ലോൺ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതെ. പിന്നെ എല്ലാവർക്കും ഡിപ്പെൻഡ് അനുസരിച്ച് എത്രത്തോളം ലോണിന്റെ എമൗണ്ട് കൂടുന്നു അത്രത്തോളം നിങ്ങൾക്ക് ബാധ്യത കൂടുന്നുള്ളത് മാത്രമേ പണി കൂടുള്ളൂ. ഒരു 2 ലക്ഷം രൂപയൊക്കെ കയ്യിലുണ്ട് എപ്പോഴും അതായിരിക്കും നല്ലതല്ലേ? അതെ. അടുത്തത് ഇതാ എർട്ടിഗയാണെങ്കിലോ? എർട്ടിഗ ന്യൂ ഷേപ്പ്. ഇത് ന്യൂ ഷേപ്പ് ആണ്. 2016 വണ്ടിയാണ്. അത് സെക്കൻഡ് ഷേപ്പ് വണ്ടി. 16 ആണ്. ഇത് പെട്രോൾ ഡീസലോ? ഇത് പെട്രോൾ VXI ഓപ്ഷനിലാണ്. ഇത് ഹൈലൈറ്റ് 55,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 55. അതെ, VXI ഓപ്ഷനിലാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അത് വണ്ടി കാണും പറയാലോ. അതെ, നല്ല വൃത്തിയുണ്ട്. 16നെ അപേക്ഷിച്ച് നല്ല ക്ലീൻ വണ്ടി കേട്ടോ. അതെ അതെ. അപ്പൊ അത് വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ അത് റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. നമുക്ക് ഒത്തിരി പേര് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എട്ടിക്ക് ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അതെ, ഇത് കാണുമ്പോൾ ചോദിക്കും. അതാ കോമഡി. ഇത് നമുക്ക് ഓഫർ റേറ്റ് കൊടുത്താൽ നമുക്കൊരു 16 വണ്ടി നമുക്ക് ഒരു 5,70,000 രൂപ കൊടുത്തേ. 5,70,000 കൊടുത്തേക്കാം. 16 വണ്ടി സിംഗിൾ ഓണർ. പെട്രോൾ വണ്ടി അല്ല, സെക്കൻഡ് ഓണർ. അതായത് നിങ്ങൾ നോക്കിക്കോ. ബാക്കി എന്ത് ഡീറ്റെയിൽ വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ. അടുത്തത് അൾട്രോസ് ആണ്. എന്താ മോഡല്? ഇത് 2020 മോഡലാണ്. 20 ആണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പെട്രോൾ ഡീസലോ? പെട്രോൾ. ഇതൊക്കെ കൂടുതലും പെട്രോൾ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഡീസലൊക്കെ ആകുമ്പോൾ മോശമൊന്നുമില്ല. മോശമില്ല. പിന്നെ
കിലോമീറ്റർ ഓടിയ വണ്ടികളെ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇത് 20 ഇതിപ്പോ എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ ഒരു 55,000 അടുത്ത് ഓടി. എക്സിസ്റ്റഡ് ഇത് ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എൻഡ് ആണ് ചൂസ് ചെയ്യുന്നത്. ശരി, എന്താ ഇത് നമുക്ക് വില? ഇത് നമുക്ക് ഒരു 5 രൂപയ്ക്ക് കൊടുക്കാം. 5 ലക്ഷം രൂപയ്ക്ക് 2020 വണ്ടി. അതെ, ഓക്കെ. അത് വേണമെങ്കിൽ ചെറിയൊരു പൈസ കുറയ്ക്കും. അതെ, എന്തെങ്കിലും കുറച്ച് കൊടുത്തേക്കാം. ശരി, ഇനി ടി വി ആണെങ്കിലോ? ടി വി നമുക്ക് ഇത് ഡീസലാണ്, 2016 ആണ്. ടി വി ഡീസലല്ലേ ഉള്ളൂ? ടി വി ഡീസലുള്ളൂ. പിന്നെ ഇത് 16 മോഡലാണ്, 4 പുത്തൻ ടയർ ഇട്ടുണ്ട്. 4 പുത്തൻ ടയറാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ T8 അല്ലേ? T8. ശരി, മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 lakh കൃത്യ കമ്പനി സർവീസ്, ഫുൾ കമ്പനി സർവീസ്. അതെ, നല്ല വൃത്തിയുണ്ട് വണ്ടി. എന്താ വില? ഇത് നമുക്ക് 4,60,000 രൂപ കൊടുത്തേക്കാം. 4,60 ഒക്കെ ഉള്ളു ഈ സാധനത്തിന് വില. മാക്സിമം കുറച്ച് 5 രൂപയൊക്കെ നമ്മൾ ചോദിച്ചോണ്ടിരുന്നതാണ്. ഇപ്പൊ നമ്മളെ റോഡ് മാസ്റ്റർ കണ്ടുപിടിച്ചത് 4,60,000 രൂപയ്ക്ക് നെറ്റ് കൊടുത്തേക്കാം. നല്ല പ്രൈസ് ആട്ടോ, കൂടുതലാന്ന് പറയുന്നില്ല. നമുക്കൊരു 4,15 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം അല്ലേ? ഓക്കെ. വണ്ടി പക്കയല്ലേ? വണ്ടി പക്ക. അല്ല, നമ്മൾ എന്നെ ലോണേ പറഞ്ഞ് ചെയ്യുള്ളൂ. ശരിക്കും ഒരു ജീപ്പിന്റെ ഉപയോഗം നടക്കുന്ന സാധനം അല്ലേ? ജീപ്പിന്റെ ഉപയോഗമുണ്ട്, ജീപ്പിനേക്കാളും സുഖമുണ്ട്. അതെ. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും വേണമെന്ന് നോക്കിയാൽ 2016 വണ്ടി. 16 വണ്ടി സിംഗിൾ ഓണർ. ശരി, സിംഗിൾ ഓണർ വണ്ടി. ഒന്ന് കോൺടാക്ട് ചെയ്തോ, മാക്സിമം ലോൺ ചെയ്തു. എന്തായാലും ഇത്രയും വണ്ടികൾ വേണമെങ്കിൽ വിളിച്ചോളൂ. ഇനി ബാക്കിൽ കുറച്ച് വണ്ടി ഉണ്ട്, അതും കൂടി കാണിച്ചു കൊടുക്കാം. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു ആക്സെന്റ് കാണിച്ചു കൊടുക്കാം അല്ലേ? ഹ്യുണ്ടായിയുടെ വണ്ടിയാണ് ഇത്. അത്യാവശ്യം എന്താ പറയാ, ക്വാളിറ്റി ഉള്ള നല്ല വണ്ടിയാണല്ലോ. നല്ല പക്ക വണ്ടി. 2017 വണ്ടിയാണ്. 17 ന്യൂ ഷേപ്പ് വന്ന വണ്ടി. ന്യൂ ഷേപ്പ് വന്നതാണ്. ഇത് റയർ വണ്ടിയാണ്, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് വേരിയന്റ് എസ് വേരിയന്റ് ആണ്. അതായത് മിഡിൽ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വന്ന വണ്ടിയാണ്, പെട്രോൾ ആണ്. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 40,000 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആണല്ലോ? ഇത് ന്യൂ ഷേപ്പ് വന്ന വണ്ടി, ഫുൾ കമ്പനി സർവീസ് ഉള്ള ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി. അതെ. ഓക്കെ. എല്ലാ പുത്തൻ ടയർ റീപ്ലേസ് ഒന്നുമില്ല, ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 80 ഉണ്ടോ ഗിയർ ബോക്സ്? അതെ. എന്താ വില? ഇത് നമുക്ക് ഒരു 4 ലക്ഷം രൂപയ്ക്ക്. 4 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ ഓട്ടോമാറ്റിക്. 17 ഓട്ടോമാറ്റിക്. എന്തെങ്കിലും നെഗോഷ്യബിൾ ആവോ? എന്തെങ്കിലും കുറയ്ക്കാന്നുള്ളൂ, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഓട്ടോമാറ്റിക് നമുക്ക് വണ്ടി സ്റ്റോക്ക് ഇല്ലാത്ത വണ്ടിയായിരുന്നു. വണ്ടി റയർ സാധനമാണ്. അപ്പൊ എന്തായാലും നോക്കി ആർക്കെങ്കിലും വേണമെങ്കിൽ എക്സെന്റ് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ. ഡ്രൈവറും നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഡ്രൈവർ ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. ഇത് മോഡലോ? ഇത് 22 മോഡലാണ്. 22 ആണ്. ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക്കിൽ വരുന്ന 7 സീറ്റർ ആണ്. ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഇത് ഹൈലൈറ്റ് വരുന്ന 15,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതെ. എന്തെങ്കിലും അപാകത റീപ്ലേസ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. AMT ആണ്. 7 സീറ്റ് ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. വിലയോ? ഇത് നമുക്ക് ഒരു 6 ലക്ഷം രൂപയ്ക്ക് എടുത്താൽ. 6 ലക്ഷം രൂപ. അകത്തെ പ്ലാസ്റ്റിക് പോലും പൊളിച്ചില്ല അല്ലേ? അതിപ്പോ പ്ലാസ്റ്റിക് ഒരു വണ്ടിയുടെയെങ്കിലും പൊളിക്കാത്ത വണ്ടികളാണ് നമ്മളെല്ലാം പ്രാവശ്യമുണ്ട്. അതെ. പ്ലാസ്റ്റിക് സാൻഡ്രോയൊക്കെ ഉണ്ടായിരുന്നു, അത് തമിഴ്നാട്ടിലാണ് കൊടുത്തത്. പ്ലാസ്റ്റിക് പൊളിക്കാത്തതുകൊണ്ട് വില കൂട്ടിയൊന്നും വില കൂട്ടിയില്ല. 6 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഒരു മാന്യമായ വില. ഫുൾ നമുക്കൊരു 30 രൂപ 40 രൂപ ഡൗൺ പേയ്മെന്റ്. ബാക്കി ലോൺ അത് എല്ലാ വണ്ടിക്കും 5 ചില്ലറക്ക് തരും. വന്നിട്ട് എന്തെങ്കിലും കുറച്ച്. അതാണ് ഇതൊക്കെ നമ്മൾ മാക്സിമം കുറച്ചാണ് പറഞ്ഞേക്കുന്നത്. 22 വണ്ടിയല്ലേ? സെയിം സാധനം 22 സാധനമാണ്. ഇതും 22 ആണ്. ഇത് മാനുവലാണ്. മാനുവൽ RX ഓപ്ഷൻ. അതായത് മിഡിൽ ഓപ്ഷനിൽ ഈ പറഞ്ഞ പ്രൊജക്ടറും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 55,000 രൂപ. 55. ഓക്കെ. മാനുവൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി അല്ലേ? അതെ, അത്യാവശ്യം നല്ല മൈലേജ്. 1000 cc. ഒരു 20 മൈലേജ് കണ്ട്. 20 ഉള്ളിൽ കിട്ടണ്ടാണ്. പിന്നെ വിലയോ? ഇത് നമുക്കൊരു 4,75,000 രൂപ കിട്ടും. നെറ്റാണ്. 4,75. അതെ. 22 വണ്ടിയാണ്. 19 വണ്ടിക്ക് ചോദിക്കുന്ന 4,60 ചോദിക്കുന്ന ആൾക്കാർ ഡീലർമാർ കാണും. അതെ. നമ്മൾ മാക്സിമം കുറച്ച് പ്രാവശ്യം കൊടുക്കും. 22 വണ്ടിക്കാണ് നിങ്ങൾ 4,60,000 രൂപ. 4,75,000 രൂപ. സോറി, 4,75 അല്ലേ? അതും ഇത്രയും ക്ലീൻ വണ്ടിയാണ്. അതെ. സിംഗിൾ ഓണർ ആണ്. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ. അടുത്തത് ഇതേപോലെ തന്നെ ഒരു അടിപൊളി എറ്റിയോസ് ആണ്. ഇത് നമുക്ക് പെട്രോൾ ആണ്. പെട്രോൾ അല്ലേ? ഇതൊക്കെ നമുക്ക് റേറ്റ് ഏറ്റവും മാക്സിമം കുറച്ച് മോഡൽ ഏതാ? 2011 ആണ്. 11 ആണോ? അടിപൊളി. ജി ഓപ്ഷനിലാണ്. 65 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതൊക്കെ ജെനുവിനാന്ന് പറയാം. പക്ക ജെനുവിനാ. ഇത് കസ്റ്റമർ ഓൾറെഡി ടൊയോട്ടയുടെ ബില്ലെല്ലാം നമ്മൾ തന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. 2011 പേപ്പർ എടുക്കണ്ടേ? പേപ്പർ പുത്ത ടാക്സ് നമ്മൾ എടുത്തു കൊടുക്കും. ടാക്സ് അടച്ചിട്ട് എത്ര രൂപ കൊടുക്കും? ടാക്സ് അടച്ച് നമുക്ക് 2,20,000 രൂപ കൊടുക്കാം. 2,20,000 എവിടെ കിട്ടിയ വണ്ടിയോ? ഈ വണ്ടി എവിടെ കിട്ടിയല്ല, അത് നമുക്കറിയാലോ. അതെന്ത് വർത്തമാനങ്ങൾ പറഞ്ഞു? ആൾട്ടോയ്ക്ക് ഇല്ല പൈസ. കൊടുത്തേക്കുവാ. അതായത് ഒരു 5 സീറ്ററിൽ ഇതൊക്കെ നമ്മൾ ലാഭം പ്രതീക്ഷിക്കുന്നില്ല, കൊടുത്തു വിടുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പുണ്യം കിട്ടാനുള്ള പണികൾ. നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടി അതാണ്. അതെ. അപ്പൊ എന്തായാലും മോശമൊന്നുമില്ല. വണ്ടി ക്വാളിറ്റിയുടെ പൈസ നോക്കി ചെക്ക് ചെയ്തെടുത്തു. 2,20 എന്തായാലും ഒരു നഷ്ടമില്ല. ടാക്സ് എടുത്താണ്. 5 വർഷത്തെ പേപ്പറോട് കൂടി 5 കൊല്ലത്തെ പേപ്പർ ടാക്സ് എടുത്ത് കൊടുക്കും. 15,000 രൂപ ടാക്സ് തന്നെ വേണം. അതും കൂടെ കൂട്ടിയാ നമ്മളാരെങ്കിലും അങ്ങ് എടുത്താലോ? എടുത്തോ, നല്ല വണ്ടിയാണ്. ശരിക്കും അൾട്ടോന്റെ അത്ര പോലും ആയില്ലല്ലോ. അത് 5 വർഷം, അതായത് 30. ഇതൊക്കെ ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ ഈ വില കിട്ടും. അത് മാത്രമല്ല ഇതിൽ കൂടുതൽ എന്താ കുറച്ച് കൊടുക്കാനില്ല. അതെ. 31 വരെ പേപ്പറോട് അന്നേരം നമുക്ക് സെയില്ല. അത് നമുക്ക് കസ്റ്റമറിന് നമുക്ക്
2 കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ഈ വില പിന്നെ വേറെ കാര്യം 60 ഓടിയിട്ടുള്ളൂ. അതെ കത്ത് കിടന്ന് ഓടാൻ ഇഷ്ടം പോലെ ഇനിയും ബാക്കി. അതെ അതെ പെട്രോളും കൂടെ അല്ലേ. അതെ മോശമൊന്നുമില്ല, അത് മിസ് ചെയ്യണ്ട കേട്ടോ. അതുപോലെ തന്നെ ബീറ്റ് ആണെങ്കിലോ ബീറ്റ് 2011 ഇതും 11. ഇതും ഈ പറഞ്ഞ പോലെ വൃത്തിയുടെ കാര്യത്തിൽ അടിപൊളി കേട്ടോ. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഏതാണ്ട് 80 സംതിങ് അത്ര ഓടിയുള്ളൂ. നല്ല നീറ്റാട്ടോ വണ്ടി. ഈ ബീറ്റൊക്കെ പെട്രോൾ അധികം വലിയ വിലയില്ലാത്ത പെട്രോൾ വണ്ടി നോക്കുന്നവര്. ബീറ്റ് പെട്രോൾ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തില്ലായിരുന്നു. ഒരു 4 പച്ച വണ്ടിയുണ്ട്. എല്ലാം സോൾഡ് ആയി. ഇതിപ്പോ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. അതായത് ഈ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു പൈസക്ക് നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള വണ്ടി വേണമെങ്കിൽ ഇത് നോക്കിയത് വില. ഇത് നമുക്ക് 1.15 കൊടുത്തേക്കാം. പുതിയ പേപ്പറോട് കൂടിയിട്ടല്ലേ? പുതിയ പേപ്പർ അതായത് 31 വരെ പേപ്പർ എടുത്തിട്ടാണ് നിങ്ങൾക്ക് 1.15 അല്ലേ? 1.15 കൊടുത്തേക്കാം. പെട്രോൾ എല്ലാ ഓപ്ഷനിലാണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫോട്ടോ വിൻഡോയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അടിപൊളി, മോശമൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, നോക്കിക്കോ. അതുപോലെ തന്നെ അവിടെ ഒരു ഷെവർലെ അങ്ങനെ കാണാറില്ല എവിടെയും. ഷെവർലെ നമ്മൾ കൂടുതൽ ചൂസ് ഉണ്ട്. തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ഇതിപ്പോ ഏതാ മോഡൽ സെയില്? ഇത് നമുക്ക് 2014 വണ്ടിയാണേ. ഇത് 14? അതെ 2014 മോഡൽ സെയിലാട്ടോ. അതെ 2014 മോഡലാണ്. ഇതും കിലോമീറ്റർ 60,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 60,000. അതെ. ഓ സെഡാനാണേ. അതായത് പിന്നെ ഈ ഷെവർലെയിൽ തന്നെ ഈ പറഞ്ഞ പോലെ സെഡാൻ സീരീസ് വന്നു. സെഡാൻ സീരീസ് ആണ്. ഇത് നമുക്ക് 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല വണ്ടി. അപ്പൊ അതൊന്നും റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. നല്ല നീറ്റ്. ഓക്കെ, ഇനി ഇന്ത്യയിലൊക്കെ ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും കിട്ടൂല, ചോദിക്കണ്ട. വണ്ടിയുടെ ക്വാളിറ്റി ഒക്കെ എടുത്തോളൂ. അതെ. എന്താ വില? ഇത് നമുക്ക് 1,45,000 രൂപ കൊടുത്തേക്കാം. 1.45 ഇട്ട് കൊടുത്തേക്കാം. 1.60 നമ്മൾ പരസ്യം ഇട്ടേക്കുന്നത് 1.45 നമ്മുടെ റോഡ് മാസ്റ്റർ കണ്ട് ഇത് കണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാണ്. നിങ്ങൾ നോക്കിയെടുത്തോ. ഷെവർലെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്രോൾ ആണ്. അതെ, ആ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി. 14 മോഡലും കൂടിയാണ്. മോഡലും ഉണ്ട്. അതെ. ഇനി ഇതാണെങ്കിലോ? ഇതും നമുക്ക് ഇത് ഡീസൽ. അതെ, ഇത് ഡീസലാണ്. 2011 വണ്ടിയാണ്. 11 മോഡൽ മൈക്ര. 11 വണ്ടിയാണ്. ഡീസലാണ്. കിലോമീറ്റർ 86,000 കിലോമീറ്റർ ആകെ ഓടി. പക്ക ജെനുവിൻ. നമുക്ക് 5 കൊല്ലമായിട്ട് നമ്മുടെ ഈ പാലയിൽ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. അതെ. കാരണം അതൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങ് അറ്റൻ ലോ കിലോമീറ്റർ 28 കിലോമീറ്റർ മൈലേജ് ഇടുന്ന വണ്ടിയാണ്. ജെനുവിൻ പക്ക നമ്മൾ എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കും. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ അല്ലല്ലോ. ഫുൾ ഓപ്ഷൻ XV അല്ലേ? ഓക്കെ, അന്നത്തെ ഫുൾ ഓപ്ഷൻ അലവിൽ ഇല്ല. ബട്ടൺ സ്റ്റാർട്ട് കമ്പനി ലാഭിച്ചില്ല. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. അപ്പോൾ അതെ. അന്ന് ഡീസൽ ആദ്യമേ ഇറങ്ങിയ വണ്ടിയാണ്. കമ്പനികളെ അപാധ റീപ്ലേസ് ഒന്നുമില്ല. 86,000 എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റൻ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഞാൻ പറയും. അതെ. ആ മോഡൽ അപേക്ഷിച്ച്. അതെ. വിലയോ? വില നമുക്ക് 1,65,000 രൂപ കൊടുത്തത്. 1.65 25+ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി. അതെ, ഇതൊക്കെ പെട്ടെന്ന് വന്നു എന്നിട്ട് എടുത്തോണ്ട് പോകും. അത്രേ ഉള്ളൂ. അതൊക്കെ ചെറിയ പൈസക്കാണ്. അതിനകത്ത് വലിയ ബാർഗനിങ് ഇല്ല. എന്തെങ്കിലും കുറയില്ലേ? എന്തെങ്കിലും കുറച്ച് ചായ പൈസയെങ്കിലും അല്ലേ? ചായ പൈസ കൊടുത്തു. അടിപൊളി. ഡീസൽ അടിച്ചു. അതെ, അതാണ്. ഇനി ഇതാണെങ്കിലോ? ഇത് നമുക്ക് ഇയോന്റെ ലാസ്റ്റ് വണ്ടിയാണ്. 2018 വണ്ടിയാണ്. 18 അല്ലേ? 18 കിലോമീറ്ററോ? 18 കിലോമീറ്റർ 65,000 കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ്. 65. അതെ, മോശമൊന്നുമില്ല. വണ്ടി നല്ല നീറ്റ് അല്ലേ? മാഗ്ന പ്ലസ് ആണ്. എന്താ വില? ഇത് നമുക്ക് 2,55,000 രൂപ കൊടുത്തത്. 2.55. 2,35,000 രൂപ ലോൺ കിട്ടും അല്ലേ? മാഗ്ന പ്ലസ് എന്ന് അന്നത്തെ ഫുൾ അന്നത്തെ ഏറ്റവും ടോപ്പിൽ. അതെ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വണ്ടി. ഒരു റീപ്ലേസ് ഒന്നുമില്ല. ബോഡി കമ്പനി കൊണ്ട് കാണിച്ചെടുത്തോളൂ. അതെ, നല്ല ക്ലീൻ ആട്ടോ. ചെക്ക് ചെയ്തെടുത്തോളൂ. അടുത്തത് ഇത് ഒറിജിനൽ പ്ലാറ്റിനം ആണോ? ഒറിജിനൽ പ്ലാറ്റിനം. മോഡലോ? ഇത് 2018 ആണ്. 18 സിംഗിൾ ഓൺ ആണ്. ഒരു 35-40 കിലോമീറ്റർ ആയി. പെട്രോൾ VXD. അല്ല VX മാത്രമേ ഉള്ളൂ. പെട്രോൾ ആകുമ്പോൾ VX ആണ്. അതെ, അതായത് ഈ പ്ലാറ്റിനം ഒക്കെ വന്ന വണ്ടിയാണ്. ഇതൊക്കെ നല്ല നീറ്റാണ്. അതെ, ഫുൾ കമ്പനി സർവീസ് ഉള്ളതാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ അല്ലേ? അലോയിലും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഓക്കെ, റീപ്ലേസ് ഇല്ലല്ലോ? റീപ്ലേസ് ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല. എന്താ വില? ഇത് നമുക്ക് 5.45 കൊടുത്തത്. 5.45. ഇതൊക്കെ നമ്മൾ മാക്സിമം കുറച്ചാ പറയുന്നത്. 18 വണ്ടി. നല്ല ക്ലീൻ ആണ് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളാം. മാക്സിമം നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിൽ i20. ഇത് i20 നമുക്ക് ഡീസലാ. മോഡലോ? അതെ, ഡീസൽ. മോഡലോ? ഇത് 2018 വണ്ടിയാണ്. 18 ആണ്. 18 വണ്ടി അല്ലേ? കിലോമീറ്ററോ? 86,000 കിലോമീറ്റർ. ജെനുവിനാ? പക്ക ജെനുവിൻ. ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, അതായത് ഇത് രണ്ട് വണ്ടി കിടപ്പുണ്ട്. രണ്ടും റെഡ് ആയതുകൊണ്ട്. അതെ, ഡീസലാണ്. ഡീസൽ. ഓക്കെ, എന്താ വില? ഇത് നമുക്ക് 5.5 കൊടുത്തേ. 5 രൂപ. 5,50,000 രൂപയ്ക്ക് 2018 ഡീസൽ വണ്ടി. ഡീസൽ കൊടുത്തേക്കാം. അധികം ഓടാത്ത വണ്ടി. അത് 86,000 സംതിങ് 1 lakh താഴെ ഉള്ളൂ. അത് മോശമൊന്നുമില്ല കേട്ടോ. ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഫുൾ കമ്പനി സർവീസ് ആണ്. നമുക്ക് ഇനി ഹിസ്റ്ററി കിട്ടണേ നമുക്ക് കൂട്ടായിക്കൊണ്ട് കാണിച്ചു അല്ലേ? ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോ. പക്ഷെ അത് മോശമല്ലാത്തൊരു വിലയെന്ന് ഞാൻ പറയുള്ളൂ. ഡീസൽ വണ്ടി റയർ. അത് ആ കിലോമീറ്റർ ഓടി കിട്ടൂല. അതെ, കിട്ടിയല്ല. അടുത്ത ഇത് സിംഗിൾ ഓണർ കൂടിയാണ്. ഇത് പെട്രോളാ? ഇത് പെട്രോൾ. ഏതാ മോഡല്? ഇത് 2020 ലാസ്റ്റ് വണ്ടി അല്ലേ? ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടിയാണ്. അതെ, ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി. ഇത് വേരിയന്റ് എനിക്ക് തോന്നുന്നു മാഗ്ന പ്ലസ് ആണ്. സ്പോർട്സ് ആയിരിക്കും. നോക്കണം, ഒന്ന് ചെക്ക് ചെയ്യണം. ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ്. അലവിൽ ഇല്ല. അപ്പൊ എന്തായാലും സ്പോർട്സ് അല്ലേ മാഗ്ന? രണ്ടും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ്. ഓക്കെ,
2020 7 മാസം ഇറങ്ങിയ വണ്ടി. 7 മാസം സിംഗിൾ ഓണറാണ്. 40,000 സംതിങ് ഓടിയിട്ടുള്ളൂ. പക്ക ജെന്യൂൻ വണ്ടിയാണ്. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എന്താ വില? ഇത് നമുക്ക് 5,40,000 രൂപ കൊടുത്തേക്കാം. 5,40 ഫുൾ ലോൺ ചെയ്തിട്ട് 2018 ഡീസലും 5.5 കിട്ടും. 20 5,40 5,40 ഒരു രൂപ പോലും കൊടുക്കണ്ട. 2 സിംഗിൾ ഓണർ വണ്ടി ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ ചെയ്യാം നമുക്ക്. അതെ, നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക്. അതെ, നല്ല പ്രൊഫൈലുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ശരി. ഇനി ഇത് അൾട്ടോയോ? ഇത് നമുക്ക് ചെറിയ ഒരു ബഡ്ജറ്റിൽ കൊടുത്തേക്കാം. 2014 വണ്ടിയാണേ. 14 വണ്ടിയാണ്. ഇതിന്റെ ഹൈലൈറ്റ് 40,000 കിലോമീറ്റർ ആയി ഓടി. പക്ക ജെനുവിൻ. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉള്ളതാണ്. ഇപ്പൊ നമുക്ക് മാരുതിയുടെ ഒന്നും ഹിസ്റ്ററി കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ കമ്പനികൾ പോലും ഹിസ്റ്ററി കിട്ടുന്നില്ല. നമുക്ക് മാരുതിയുടെ വണ്ടി സ്വന്തം ഓണർക്ക് മാത്രമേ കൊടുക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ? ഓണർക്കും ഇല്ല. ഓണർക്ക് കിട്ടുമായിരിക്കും. അല്ല, നമുക്കിപ്പോ സെക്കൻഡ് ഒരാൾ വന്ന് ചെന്ന് കഴിയുമ്പോൾ ഹിസ്റ്ററി കിട്ടും. ഓണർമാർക്കേ കിട്ടുള്ളൂ. ഓണർക്കേ കിട്ടുള്ളൂ. അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ എന്താ കാണിക്കുന്നത്? തരികിടൊക്കെ ഉണ്ട്, തരികിട ഉണ്ടല്ലോ. അതെ. അല്ല, ഇത് കൃത്യ കിലോമീറ്റർ നമ്മൾ ഹിസ്റ്ററി നോക്കി. അതൊക്കെ മനസ്സിലായി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1,75,000 രൂപ കൊടുക്കാം. 2014 വണ്ടി. 1,75 എന്ന് പറയുമ്പോൾ വലിയൊരു കൂടുതലല്ല. കൂടുതലില്ല, ആ ബഡ്ജറ്റ് ഒതുങ്ങുന്ന വണ്ടി. മാത്രമല്ല ലോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. അതല്ലേ? എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ. 1,75 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2014 വണ്ടിയാണ്. 14? അതെ. 14 ഇത് ഫസ്റ്റ് വണ്ടിയാണ്. ഇത് ഫസ്റ്റ് വണ്ടി. 2014 വണ്ടി സിംഗിൾ ഓണർ VX ഓപ്ഷനിലാണ്. VX ഓപ്ഷൻ ഓട്ടോമാറ്റിക് അല്ലല്ലോ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വണ്ടി. ഒരു ഡോർ മാത്രം റീപ്ലേസ് ചെയ്തു, വേറെ ഒന്നുമില്ല. ഒരു ഡോർ മാത്രം മാറിയിട്ടുണ്ട്. ഇടിച്ചിട്ടുണ്ടോ? ഒരു ഡോർ മാറിയിട്ടുണ്ട്. മേജർ ഒന്നുമില്ല. ഇത് കമ്പനി കസ്റ്റമർ മനസ്സിലായി. ചെറിയ 100 രൂപ 1000 രൂപ മുടക്കുള്ളൂ. കസ്റ്റമർക്ക് നേരെ കമ്പനി കൊണ്ട് മാറുള്ളൂ. ഇത് അപാധയൊന്നുമില്ല. വേറെ ഒന്നുമില്ല. കിലോമീറ്റർ 78,000 അത്ര ഓടിയിട്ടുണ്ട് അല്ലേ? മോശമില്ല. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 2,60,000 രൂപ കൊടുത്തേ. 2,60 കൊടുത്തേക്കാം. പെട്രോൾ വണ്ടി സിംഗിൾ ഓണർ. നല്ല അടിപൊളി പ്രൈസ്. അതെ, ടയറെല്ലാം അത്യാവശ്യം എല്ലാം ഉണ്ട്. 2,60 നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുത്തോണ്ട് പോവാം. കാര്യമായ മുടക്കൊന്നും എല്ലാം കാണിച്ചു കൊടുക്കും. അതെ, സെലേറിയോ VX ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി കേട്ടോ. അടുത്തത് ഒരു ഡസ്റ്റർ ഉണ്ടല്ലോ. അതെ, 85 ആണേ. 85 മോഡലോ? ഇത് നമുക്ക് 2012 വണ്ടിയേ. ഇത് 12 85. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴും വേറൊരു 12 ഉണ്ടായിരുന്നു. അത് സോൾവായി പോയി. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1,15 സംതിങ്. പക്ക ജെനുവിൻ. നമ്മുടെ അടുത്ത് തന്നെ. എന്ത് കൂടുതൽ ഞാൻ ചോദിക്കാന്നുള്ളത് എനിക്ക് അറിയില്ല. നിങ്ങൾ നമ്മൾ ജെനുവിൻ ആണെന്ന് പറയൂല്ലോ. പറയേണ്ട കാര്യമല്ല നമ്മൾ പറയേണ്ട. ഉള്ളവരെ മറച്ചു വെച്ചുള്ള കച്ചവടം ഇല്ല. അതെ, 12 മോഡലാണ്. പക്ഷെ വണ്ടി നല്ല നീറ്റാട്ടോ. ബോഡി വൈസ് ഒക്കെ ഇന്റീരിയറും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നല്ല വൃത്തി. നമുക്ക് കാറ്റലോഗ് നമുക്ക് RXL. എന്താ വില? ഇത് നമുക്ക് ഒരു 2,80,000 രൂപയ്ക്ക് കൊടുക്കും. 2,80. അതെ, 3,00,000 രൂപ കിട്ടൂല. 2,80,000 രൂപയ്ക്ക് നെറ്റ് കൊടുത്തേക്കാം. ആലോചിക്കണം, ഒരു അതായത് ഈ സെലേറിയോന്റെ ഏകദേശം പ്രൈസിലാണ് ഡസ്റ്റർ കിട്ടുന്നത് അല്ലേ? അതും ഓണർഷിപ്പ് ആയതുള്ളൂ. അതും ഡീസൽ. അടിപൊളി. 2,80 കേട്ടോ, മിസ് ചെയ്യണ്ട. അടുത്തത് ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2018 ആണേ. KUV അല്ലേ? KUV നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് അന്നത്തെ ഒരു വേരിയന്റ് ഏതൊക്കെ? ഇത് K2. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ ടച്ച് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടേ. അതായത് 2 ഡോർ പവർ വിൻഡോയും AC പവർ ഷെയറിംഗും അങ്ങനത്തെ ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ ഒരു 56. മോഡൽ ഏതാ പറഞ്ഞത്? 2018. അതെ, ശരി. ന്യൂ ഷേപ്പ് വന്നാണ്. എന്താ വില? ഇത് നമുക്ക് സെയിം റേറ്റ് കൊടുക്കും. 2,80 അല്ലേ? മോശമൊന്നുമില്ല. അത് പെട്രോൾ ആണ്. അതായത് ഒരു ചെറിയ സിംഗിൾ ഓണർ ആണ്. നമുക്കൊരു 2.5 വരെ ലോൺ ചെയ്യാം. 2,60 വരെ ലോൺ ചെയ്യാം അല്ലേ? ചെറിയൊരു ബഡ്ജറ്റിലേക്ക് അടിപൊളി. അതേപോലെ തന്നെ ഈ ബോൾട്ട് ആണെങ്കിലോ? ബോൾട്ട് നമുക്ക് 2014 ആണ്. 15 ചെറിയ സംശയമുണ്ട്. 14. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 40,000 കിലോമീറ്റർ. 45 ഓടിയിട്ടുള്ളൂ. പെട്രോൾ അല്ലേ? ഇത് ടർബോ ആണ്. അതായത് 1.2 ടർബോ. നല്ല അടിപൊളി പവറുള്ള വണ്ടിയാണ്. മാത്രമല്ല നിങ്ങൾ ചെക്ക് ചെയ്ത് മാത്രം എടുത്താൽ മതി. കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ അറിവിലൊന്നുമില്ല. പണ്ടത്തെ 5 സ്റ്റാർ സാധനം കേട്ടോ. നല്ല ഓടിക്കാനുള്ള അല്ല, വേറെ കേസ് ഉണ്ട്. നല്ല ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ പെട്രോളിൽ മൈലേജ് ഒരു 15 കിട്ടോ? 15 കിട്ടാനാണ്. മാന്യമായിട്ടൊക്കെ ഓടിച്ച പവർ കാണുമ്പോൾ 15 വണ്ടി. അതെ, 15 മോഡൽ അല്ലേ? എന്താ വില? ഇത് നമുക്ക് 2,20 കൊടുത്തേക്കാം. 2,20 15 വണ്ടി കൊടുത്തേക്കാം. ആ ഒരു ഹെഡ്ലൈറ്റ് ഏറ്റവും കൂടിയ വണ്ടിയാണേ. അലേവിലെല്ലാം ഉള്ള. അതെ, മാത്രമല്ല പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ വരുന്നുണ്ട്. XM. ആ ഒരൊറ്റ സാധനം ഒന്ന് നിങ്ങൾ ഹെഡ്ലൈറ്റ് ക്ലീൻ ചെയ്താൽ അതൊന്ന് ക്ലീൻ ചെയ്യേണ്ട വരും. എന്നാ നല്ല ക്ലീൻ ആട്ടോ വണ്ടി. 2,20 എടുത്തോണ്ട് പോകാന്നുള്ളതാണ് ഹൈലൈറ്റ്.
അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ മൂന്നാമത്തെ ട്രൈബർ അല്ലേ? മൂന്നാമത്തെ ട്രൈബർ ഏതാ മോഡൽ? ട്രൈബർ നമുക്ക് 2022 തന്നെയാണ്. അതെ ആ കൊള്ളാലോ, 22 മോഡൽ. ഇത് ഫുൾ ഓപ്ഷൻ ആണ്? ഇത് ഫുൾ ഓപ്ഷൻ, ഏറ്റവും കൂടി വണ്ടിയാണ്. ഏറ്റവും കൂടിയാണ്. RXZ ആണ്, സിംഗിൾ ഓണർ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ നമ്മളൊരു RXL അത് RXL 22 വണ്ടി. 22. ഇത് RXZ 22. അതെ അതെ. ഇത് നമുക്ക് എന്താ കിലോമീറ്റർ എത്ര ഓടി? ഇത് കിലോമീറ്റർ 60 കിലോമീറ്റർ അടുത്ത്. അത് നമ്മൾ കിലോമീറ്റർ ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അല്ലേ പറയുമ്പോൾ? ഇത്ര വണ്ടി ഉള്ളതുണ്ട്. അതെ, ഇത്രയും വണ്ടി കാണാണ്ട് പഠിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അത് ഒരിക്കലും നിങ്ങളെ പറ്റിക്കാൻ പറയുന്നല്ല, പറയുമ്പോൾ മാറിപ്പോണാണ്. ഇനിയിപ്പോൾ വന്ന് നോക്കിയിട്ട് കുറ്റം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരാം, എല്ലാ സംഭവം കറക്റ്റ് ആയിട്ട് അയച്ചു തരും. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5.35 കൊടുത്തേ. 5.35. മറ്റേത് നമ്മൾ RXL ആയതുകൊണ്ട് വില കുറഞ്ഞു, മാക്സിമം വില കുറച്ചാണ് പറഞ്ഞത്. ഇത് നമ്മൾ മാക്സിമം വില കുറച്ചാണ്. നമ്മൾ ഈ മാർക്കറ്റ് അങ്ങനെയുള്ളിടത്ത് നമുക്കറിയാം 5,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 22 5,35,000 രൂപ. അതിനകത്ത് 5 കുറച്ച് കൊടുത്തേക്കാം. അതെ, എന്നാ പിന്നെ ഇത് വേണേ നോക്കിക്കോട്ടോ, മാക്സിമം ലോണും കയറും. അടുത്ത നല്ല അടിപൊളി ഒരു വെന്റോ. അതെ അതെ. മോഡലോ 2014 മോഡലാണ്. കൈലൈൻ ഡീസലാണ്. ഓ, ഐലൻ ഡീസൽ അല്ലേ? അതെ, അടിപൊളി, നല്ല വൃത്തിയുള്ള വണ്ടി. 1.20 സംതിങ് ഓടിയിട്ടുള്ളൂ. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് അല്ലേ? ഫ്രണ്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഒന്നും ചെയ്തിട്ടില്ല. കമ്പനി വന്നാൽ അത് 14 മോഡൽ. അതെ അതെ. കിലോമീറ്ററോ? 1 സംതിങ് 1.20 സംതിങ്. ഓക്കെ. അപ്പോൾ അതൊന്നും ഇല്ല, അപ്പോൾ അത് റീപ്ലേസ് ഇല്ല. നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടിയാണ്. അതെ അതെ. ഡീസൽ വണ്ടിയാണ്. ഒരു 18-20 റേഞ്ച് ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ ഏറ്റവും കൂടിയുണ്ട്. ശരി, എന്താ വില? നമുക്ക് 3.25 കൊടുത്തേക്കാം. 3.25 കൊടുത്തേക്കാം. കുറയോ? അതിനകത്ത് വലിയ കുറയില്ല. ഇല്ല, എന്തെങ്കിലും കുറയ്ക്കണം, എന്തെങ്കിലും കുറച്ചു കൊടുക്കും. ഓക്കെ. മാക്സിമം പറ്റുന്നത്ര ലോൺ. ഡീസലാണ് ഹൈലൈൻ. അതെ, അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2014 വണ്ടിയാണ്. ലിവ ക്രോസ് 14 ക്രോസ് അല്ലേ? അതെ. അതായത് വേറെ ഒന്നുമില്ല, സാധാ ലിവയിൽ കുറച്ച് ക്ലാഡിങ് കാര്യങ്ങളെല്ലാം എല്ലാ വണ്ടിയിലും ക്രോസ് വന്നപ്പോൾ ഇതിൽ കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു. വിചാരിച്ചു. അതിനുള്ള വില കൂട്ടിയൊന്നും ചോദിക്കുന്നില്ല. അതെ, 14 മോഡലാണ്. പെട്രോൾ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ നമുക്ക് ഒരു 1.40 സംതിങ്. കിലോമീറ്റർ ഓട്ടോമീറ്റർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് പെട്രോൾ പെട്രോൾ 1.40 എന്ന് പറയുമ്പോൾ നോർമൽ ഓട്ടോ ഓടിയുണ്ടല്ലേ? എന്താ വില? അത് നമുക്കൊരു ഓഫർ റേറ്റ് കൊടുത്തത് നമുക്കൊരു 3 രൂപയ്ക്ക് കൊടുത്തത്. 3 ലക്ഷം രൂപ. അതായത് 2014 മോഡൽ ക്രോസിന് 3 ലക്ഷം രൂപ. അതും അപാകതയില്ലാത്ത ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 2 വണ്ടി കൂടി കാണിച്ചു തരാം. ആദ്യത്തെ വണ്ടി ഒരു ഐട്ടൺ ആണ്. ഐട്ടൺ ആണ്. 2010 മോഡലാണ്. 10 മോഡൽ. പുതിയ പേപ്പർ റിന്യൂവൽ ചെയ്ത വണ്ടിയാണ്. ശരി, അപ്പോൾ ഈ 30 വരെ പേപ്പർ ഉണ്ടാവും അല്ലേ? പേപ്പർ ഉണ്ട്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ഒരു 80,000 സംതിങ് ഓടിയിട്ടുള്ളൂ. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, അടിപൊളി. കാപ്പ എഞ്ചിൻ വരുന്ന വണ്ടി അല്ലേ? കാപ്പ എഞ്ചിൻ ന്യൂ ഷേപ്പ് ഉണ്ട്. അന്നത്തെ ഷേപ്പിൽ വ്യത്യാസം മാറ്റി വന്ന വണ്ടി. രണ്ടാമത്തെ ഫേസ് അല്ലേ? അതെ. സെക്കൻഡ് ഫേസ്. ഇത് നമുക്ക് എന്താ വില? 1.2 ആണ്. 1.2 കാപ്പ. അതെ, എന്താ വില? ഇത് നമുക്കൊരു 1.40 കൊടുത്തത്. 1.35 കൊടുത്തത്. 1.35 അല്ലേ? 5 വർഷത്തെ പേപ്പർ ഉൾപ്പെടെ ടാക്സ് എല്ലാം റിന്യൂവൽ ചെയ്ത വണ്ടി. ഓക്കെ. അപ്പോൾ എന്തായാലും 5,30,000 രൂപയ്ക്ക് അല്ല, സോറി, 1,30,000 രൂപ. 1,35,000 രൂപ. 30,000 രൂപ. ഓക്കെ. 1.35 നിങ്ങൾക്ക് 2010 വണ്ടി എടുക്കാൻ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? നല്ല വണ്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു സ്വിഫ്റ്റ് ആണ്. ഡിസയർ ആണ് അല്ലേ? ഡിസയർ. ഏതാ ചേട്ടാ മോഡൽ? ഇത് നമുക്ക് 2011 വണ്ടിയാണ്. 11 ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ VX ഓപ്ഷനിലാണ്. ഓപ്ഷനിലാണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണറോ? സിംഗിൾ ഓണർ. 11 മോഡൽ. 11 പക്കാമ. ഇത് പേപ്പർ നമ്മൾ എടുത്തില്ലല്ലോ കൊടുക്കുക? പേപ്പർ പുത്തൻ നമ്മളിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ 31 വരെ പേപ്പർ ഉണ്ട്. 31 വരെ പേപ്പർ ഉണ്ട്. ശരി, ഇത് നമുക്ക് ഇപ്പോൾ പ്രൈസ് എത്ര വരുന്നുണ്ട്? നമുക്ക് 2.20 കൊടുത്തേക്കാം. 2.20 റിന്യൂവൽ എല്ലാം ചെയ്ത് 11 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. അതെ, കൊണ്ടുപോകാം അല്ലേ? അതെ. അതും 80,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ശരി, മോശമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നല്ല വണ്ടിയാണ്. മാക്സിമം നമ്മൾ ആൾക്കാർ വരുമ്പോൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ മാക്സിമം ചെയ്ത് പറയുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പാലായിൽ സ്ഥിതി ചെയ്യുന്ന ഓട്ടോസ്പോർട്ടിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ കാണിച്ചു തന്നെ കുറച്ച് സ്പീഡ് പറഞ്ഞു പോയത് കുറേ വണ്ടികളുണ്ട്. ഓവർ നിങ്ങളെ ലാഗിപ്പിക്കാണ്ട് ഡീറ്റെയിൽ പറഞ്ഞു വിട്ടതാണ്. ഏതെങ്കിലും വണ്ടി ഒന്നിട്ട് ഇന്റീരിയർ ഒന്നും കാണിച്ചില്ല. അപ്പോൾ എന്തായാലും ഏത് വണ്ടിയാണ് നമ്മൾ അയച്ചു കൊടുക്കൂലേ? നമ്മൾ അന്നേരം കാറ്റലോഗ് നമ്മൾ അയച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ഡീറ്റെയിൽ അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ജസ്റ്റ് വരിക, വന്ന് നോക്കുക, വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ സ്പോട്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ. മാക്സിമം വിലയും കുറച്ച് തരും. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഓൾമോസ്റ്റ് എല്ലാം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. പിന്നെ മൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? ഒരു രക്ഷയില്ലാത്ത ചൂടാണ്, ഭയങ്കര ചൂടാണ്. അതെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.